ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ രാജ്യങ്ങൾ മടിക്കുന്നു എന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത്. 2004 ഒളിമ്പിക്സിന്റെ ബിഡിങ്ങിനായി 11 രാജ്യങ്ങളായിരുന്നു രംഗത്തുണ്ടായിരുന്നതെങ്കിൽ 2024 എണ്ണം വെറും 2 കുറഞ്ഞു. എന്താണ് ഇതിന് കാരണം? ഒളിമ്പിക്സ് നടത്തിപ്പ് ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത തന്നെ. പാരീസ് ഒളിമ്പിക്സിന് മുൻപ് നടന്ന 3 ഒളിമ്പിക്സുകളുടെ കണക്ക് പരിശോധിച്ചാൽ ഓരോ ഒളിമ്പിക്സിനും ചെലവായിട്ടുള്ളത് $15 ബില്യൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയും വലിയ തുക മുടക്കിയാൽ എന്താ, നമുക്ക് വരുമാനം ഉണ്ടായിക്കൂടെ എന്നായിരിക്കും നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഒളിമ്പിക്സ് നടത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തെക്കാൾ ഒരുപാട് കൂടുതലാണ് ചെലവ് വരുന്നത്. ശരാശരി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വരവ് ചെലവുകൾ തമ്മിൽ 38% അന്തരമുണ്ട്. അതായത് 38% നഷ്ടം. ഒളിമ്പിക്സ് നടത്തുമ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയ നഷ്ടം ഉണ്ടാവുന്നത്? ഒളിമ്പിക്സ് നടത്തിപ്പിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണ്? ഇത് സംബന്ധിച്ച് ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ 2036 ഒളിമ്പിക്സിന്റെ സംഘാടനത്തിനായി ഇന്ത്യ ശ്രമിക്കുന്നു എന്ന വാർത്തയും വന്നിരുന്നു. ഇതൊരു ശരിയായ നീക്കമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.